ഈ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലെ കോവൂരിലെ ഡിവൈഎഫ്ഐയുടെ രാത്രിയിലുള്ള പ്രതിഷേധങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഇപ്പം വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, ഈ കോവൂരിൽ ഇന്നലെ ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധം അക്രമാസക്തമാവുന്നത് നമ്മൾ കണ്ടു. ആ കടയൊക്കെ ഏകദേശം തല്ലിപ്പൊളിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നു. നമ്മൾ ആ തത്സമയം ദൃശ്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. കോവൂരിൽ പ്രശ്നമാണോ ഈ രാത്രികാല കച്ചവടം? അരുൺകുമാർ, ഈ പാതിരാ കടകൾ സംബന്ധിച്ച് പരാതി ഉയരാൻ തുടങ്ങിയത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയ ശേഷമാണ്. നമുക്കറിയാം, കോഴിക്കോട്ട് നല്ല നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലമാണ്. കോഴിക്കോട് ബീച്ചിലൊക്കെ രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കൊക്കെ വന്നാൽ പകൽ പോലെ സൗന്ദര്യമുള്ള, പകൽ പോലെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത് കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല, ഇപ്പോൾ ഈ കോവൂർ പോലെ, പൂളാടിക്കുന്ന് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നല്ല രാത്രി കാലങ്ങളിൽ തുറന്നു വെക്കുന്ന പാതിരാ കടകൾ, നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അവിടെയൊക്കെ ആളുകൾ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, പോകാറുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വന്ന് ചില ആളുകൾ അവിടെ ലഹരി കച്ചവടം നടത്തുകയും ലഹരി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പരിശോധന നടക്കുകയും ആ ഭാഗത്ത് ലഹരി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. MDMA ഒരു 1-2 പേരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഞങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണം, ഈ കടകൾ 10:30-ക്ക് ശേഷം തുറക്കരുത് എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തത്. അങ്ങനെ നാട്ടുകാരുടെ ആവശ്യം അവിടെ കടക്കാരുമായൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിൽ 1-2 കടക്കാർ അവർ ലോണൊക്കെ എടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഈ സംരംഭം പൂട്ടാൻ സാധിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ 4 ദിവസമായി, കഴിഞ്ഞ 5 ദിവസമായി രാത്രിയിൽ ഈ നാട്ടുകാരും കടക്കാരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. മിനിയാന്ന് രാത്രിയിൽ ഈ നാട്ടുകാരും കടക്കാരും സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി. അതിലൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് പരിക്കേറ്റപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ രാത്രി വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. ആ പ്രതിഷേധ പ്രകടനമാണ് ഇന്നലെ അക്രമാസക്തമായിട്ടുള്ളത്. ലഹരി കച്ചവടം നടക്കില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ സ്റ്റാൻഡ്. പക്ഷേ നമുക്കറിയാം, ലഹരി കച്ചവടം ചെയ്യുന്ന ആ കടക്കാരല്ല, ആ കടക്കാർ നടത്തുന്ന കച്ചവടത്തിൻ്റെ മറവിൽ ആ ഭാഗത്ത് വരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ചിലർ ലഹരി കച്ചവടം നടത്തുന്നു. അതിൽ ശക്തമായ പോലീസിംഗാണ് ആവശ്യം. ഏതായാലും ഇന്ന് പോലീസ് DCP നേരിട്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം കൈകാര്യം ചെയ്യുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ബിജുരാജാണ്. അദ്ദേഹം സർവകക്ഷി യോഗമാണ് വിളിച്ചത്. നാട്ടുകാരെയും കച്ചവടക്കാരെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും നൈറ്റ് ലൈഫ് പൂർണ്ണമായും ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ പോകാൻ സാധ്യതയില്ല. അപ്പം വി എസ് രഞ്ജിത്ത്, നോമ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പെരുന്നാളൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളൊക്കെ കോഴിക്കോട് ഉഷാറാവുമല്ലേ? കോഴിക്കോടിന് മൊഞ്ചൊന്ന് കൂടും. പിന്നെന്താ, നാളെ രാത്രി മിക്കവാറും മാസപ്പിറവി കാണും. ശവ്വാൽ മാസപ്പിറവി നാളെ കാണാനാണ് സാധ്യത. നാളെ ഈ അസ്തമയത്തിന് ശേഷം 59 മിനിറ്റ്, ഇത്തരത്തിൽ 59 മിനിറ്റ് കഴിയുമ്പോൾ മാസപ്പിറവി കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും നാളെ മാസപ്പിറവി കണ്ടാൽ മറ്റന്നാൾ ചെറിയ പെരുന്നാളാണ്. 29 നോമ്പുകൾ പൂർത്തിയാക്കി, 29 നോമ്പ് കഴിഞ്ഞ് 30ാമത്തെ നോമ്പിന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും. പെരുന്നാളിനേക്കാൾ സന്തോഷമായിരിക്കും പെരുന്നാൾ രാവ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ആയിരിക്കും മിക്കവാറും പെരുന്നാൾ രാവ്. ഓക്കെ, അപ്പം മനോഹരമാവട്ടെ. കോഴിക്കോടുള്ള എല്ലാവർക്കും, ഈ പെരുന്നാൾ നോമ്പൊക്കെ എടുത്തിരിക്കുന്ന വിശ്വാസികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സുന്ദരമായി ഗംഭീരമായി ആഘോഷിക്കുക പെരുന്നാൾ രാവ്. ഇനി കഴിഞ്ഞ 1 മാസത്തിൻ്റെ വ്രതശുദ്ധിയാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ രാവിൽ